ഫണ്ട് തരുമെന്ന് പറഞ്ഞാൽ അവര് ഈ നമ്മൾ പൊതുവെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവരിപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അതിൽ സീറ്റ് കവർ ആയാലും സ്റ്റിയറിംഗ് കവർ ആയാലും സൺഫിലിം ആയാലും എന്തായാലും ഇപ്പൊ നമ്മൾ ഓൾറെഡി വണ്ടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇനി അതിൽ ഇവര് മോഡിഫിക്കേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ മോഡിഫിക്കേഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എക്സോസ്റ്റ് സൗണ്ട്, ചെറിയ രീതിയിലുള്ള എക്സോസ്റ്റ് സൗണ്ട് സിസ്റ്റം, അതുപോലെ അലോയ്സ്, നല്ല സൈസൊക്കെ ഉള്ള നല്ല അലോയ്സ് ഒക്കെ ഇട്ട് ഓൺ റോഡിൽ നമുക്ക് ഷോയ്ക്കായാലും ആവശ്യങ്ങൾക്കാണ് നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ എയർ സസ്പെൻഷൻ, അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല ഇതില് ഇവര് പറഞ്ഞിരിക്കുന്നതിലെല്ലാം നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ല ഇത് വേറെ ഒന്നും ഇല്ല, പ്രത്യേകിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ പ്രളയകാലത്ത് നമുക്ക് ഈ ഒരു ആർമിക്കാരെ ഉൾപ്പെടെ കൊണ്ടുപോകാനായിട്ട് ഒരു ഓഫ് റോഡ് വണ്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. ബൊലേറോ ഒരു വണ്ടിയാണ്. അപ്പോൾ അതുപോലെ മോഡിഫൈ ചെയ്യുന്ന എല്ലാ വണ്ടികൾക്കും ഒരു പെർമിറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് അതിനുവേണ്ടി മാത്രം പെർമിഷൻ നൽകിയ സ്പേസ് കാറ്റഗറി തിരിച്ചുള്ള സ്പേസിൽ അവരൊക്കെ റൈഡിങ്ങിന് അങ്ങനെ മോഡിഫൈ ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പോകാൻ പറ്റിയെന്നാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ അതെ, തീർച്ചയായും. അതായത് അപ്സൈസ് ടയറുകളും കാര്യങ്ങളും അതുപോലെ അതെല്ലാം ചെയ്ത സസ്പെൻഷനും എല്ലാം മാത്രം ചെയ്താലേ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. അപ്സൈസ് ചെയ്ത വണ്ടികൾക്ക് അതേപോലെ ഈ സസ്പെൻഷൻ ഹൈറ്റ് കൂടിയ വണ്ടികൾക്ക് മാത്രമേ അങ്ങനെ കയറി പോകാൻ പറ്റത്തുള്ളൂ. അല്ല വേറെ ഇപ്പൊ നോർമൽ നമ്മൾ ആൾട്ടോ കാറ് അതുപോലെ ജീപ്പ്, പോലീസ് ജീപ്പുകൾക്ക് അങ്ങനെ ഒന്നിനും കയറി പോകാൻ പറ്റത്തില്ല. അപ്സൈസ് അതായത് അത്യാവശ്യം മോഡിഫൈ ചെയ്ത കാറുകൾക്ക് മാത്രമേ കയറി പോകാൻ പറ്റത്തുള്ളൂ.